Good evening to all. Calicut University third sem Human Resource Management class നമ്മളിവിടെ കണ്ടിന്യൂ ചെയ്യാണ്. സെക്കൻഡ് മൊഡ്യൂൾ ലാസ്റ്റ് ക്ലാസ്സിലായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ മൊഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്യാണ്. എനിവേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യേണ്ട വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തോന്നുന്നത് അങ്ങനെയാണ്. എനിവേ എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾ പറയുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. നമുക്കിതിൽ ഫസ്റ്റ് നോക്കാനുള്ളത് പ്ലേസ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. പ്ലേസ്മെൻറ്റ് മീൻസ് പോസ്റ്റിംഗ് ആൻ എംപ്ലോയി ആഫ്റ്റർ സെലക്ഷൻ ടു എ പെർട്ടിക്കുലർ പൊസിഷൻ. അതായത് പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയിനെ സെലക്ട് ചെയ്തതിന് ശേഷം, റിക്രൂട്ട്മെൻറ്റ് ത്രൂ സെലക്ട് ചെയ്തതിന് ശേഷം ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ പോസ്റ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ. പ്ലേസ്മെൻറ്റ് മേ ബി 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു 2 ലൈൻ തന്നെ പഠിച്ച് വെച്ചാൽ മതി. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് induction or orientation. Induction is a process of inducing an employee into the social setup of his work. It's process of introducing an employee about the rules and regulations, policies and working conditions of the organization. അതായത് ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയിനെ ഞാനിപ്പോൾ എനിക്കൊരു ഓർഗനൈസേഷനിൽ ഒരു ഓർഗനൈസേഷനിലേക്ക് ഞാനൊരു പുതിയ എംപ്ലോയിനെ അവിടെ പോയിന്റ് ചെയ്താൽ ആ വ്യക്തിക്ക് ഒരിക്കലും ഈ ഒരു ഓർഗനൈസേഷനെ കുറിച്ചിട്ടോ അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചിട്ടോ ഒരു അറിവുണ്ടായിരിക്കില്ല. ജസ്റ്റ് ഇപ്പോൾ അക്കൗണ്ടൻ്റ് ആയിട്ടാണ് ഞാൻ അയാളെ പോസ്റ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അയാൾക്ക് അത് മാത്രമേ അറിയുന്നുണ്ടായിരിക്കുള്ളൂ. ഞാൻ ഇവിടുത്തെ ഒരു അക്കൗണ്ടൻ്റ് ആയിട്ടാണ് പോസ്റ്റ് എന്നെ ജോലിക്ക് എടുത്തിട്ടുള്ളത് മാത്രമേ അയാൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അല്ലാണ്ട് ഓർഗനൈസേഷൻ്റെ റൂൾസോ റെഗുലേഷൻസോ ഒരു കാര്യങ്ങളും അയാൾക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഇനിയാണ് എന്ത് പറയുന്നത്, ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇതും 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. മേ ബി 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ വരും. വാട്ട് ഈസ് ഓറിയൻറ്റേഷൻ ആൻഡ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓറിയൻറ്റേഷൻ മേ ബി ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. എൻ്റെ ഒബ്ജക്റ്റീവ് ആണ് ടു ബിൽഡ് സെൽഫ് കോൺഫിഡൻസ്. അതായത് സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നുണ്ട്. ടു ഹെൽപ്പ് ദ ന്യൂ കമ്മർ ടു ഓവർകം ഷൈനസ് ആൻഡ് ഫയർ. അതായത് മടിയും അതുപോലെ തന്നെ പേടിയും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ടു ക്രിയേറ്റ് ഡെസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയീസ് ആൻഡ് ന്യൂ. അതായത് ഓഫ് കോഴ്സ് നമ്മളിപ്പോൾ ഞാൻ എൻ്റെ ഓർഗനൈസേഷനുണ്ട്, അപ്പോൾ ഞാൻ പുതിയൊരു എംപ്ലോയിനെ അവിടെ അപ്പോയിൻറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു അയാൾക്ക് ഈ ഒരു ഓർഗനൈസേഷനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളും അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ ഞാൻ അയാൾക്ക് എന്ത് ചെയ്യാണ്, ഈ ഓർഗനൈസേഷനിലെ സംബന്ധിച്ചുള്ള സകല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. അതായത് ഞാൻ പറയുന്നത് അയാൾ കേൾക്കുന്നുണ്ട്, അയാൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ അവിടെ ഒരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നെക്സ്റ്റ് പറയുന്നത് ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ അബൌട്ട് ടോയ്ലറ്റ്, റെസ്റ്റോറൻറ്റ്, അതിനെക്കുറിച്ചുള്ള ലൊക്കേഷൻ ഓഫ് ടോയ്ലറ്റ്, റെസ്റ്റോറൻറ്റ്. അതായത് ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഒരാൾക്ക് എന്തായാലും ആ ഒരു ഓർഗനൈസേഷൻ്റെ ടോയ്ലറ്റ് എവിടെയാണ്, റെസ്റ്റ് റൂം എവിടെയാണ്, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് എവിടെയാണ്, ക്യാൻറ്റീൻ എവിടെയാണ്, അങ്ങനത്തെ ഒന്നും അറിയുന്നുണ്ടായിരിക്കില്ല. അയാൾക്ക് ആകെ അറിയുന്നത് എന്താ, ഞാൻ ഓർഗനൈസേഷനിൽ പുതിയൊരു എംപ്ലോയിയാണ്, എന്നെ ഈ ഒരു പോസ്റ്റിലാണ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു കാര്യം മാത്രമായിരിക്കും അയാൾക്ക് അറിയുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈ ഓറിയൻറ്റേഷൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഓർഗനൈസേഷനെ കുറിച്ചുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഇൻഫോർമേഷൻസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സല്ല, സകല കാര്യങ്ങളും ഇൻക്ലൂഡിങ് ടോയ്ലറ്റ്, റെസ്റ്റ് റൂം, ക്യാൻറ്റീൻ. അപ്പോൾ അതായത് ഒരു ഓർഗനൈസേഷനിലേക്ക് ഒരു എംപ്ലോയി രാവിലെ ഒരു 9 മണിക്ക് വന്നാൽ വൈകുന്നേരം ഒരു 5 മണിക്കാണ് പോകുന്ന വരെയെന്നുണ്ടെങ്കിൽ ആ എംപ്ലോയിനെ സംബന്ധിച്ചുള്ള സകല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. അതാണത് പറയുന്നത്. എ ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ റിഗാർഡിംഗ് ദ ഓർഗനൈസേഷണൽ മാറ്റേഴ്സ്. ഓർഗനൈസേഷനിലെ മാറ്റേഴ്സിനെ കുറിച്ചിട്ട്, അതായത് ഇപ്പോൾ എങ്ങനെയാണ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓർഗനൈസേഷൻ്റെ, പ്രോഫിറ്റബിൾ ആണോ അതോ ലോസ് ആയിട്ടാണോ നിൽക്കുന്നത്, അങ്ങനത്തെ. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ സൊസൈറ്റിയിലുള്ള ഗുഡ്വിൽ എങ്ങനെയാണ്, നിലവാരം, മറ്റുള്ളവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ, നമ്മളെക്കുറിച്ച് സൊസൈറ്റി നല്ലതാണോ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എ ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതൊക്കെയാണ് എന്ത് പറയുന്നത്, ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. മേ ബി 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. വാട്ട് ഈസ് ഓറിയൻറ്റേഷൻ ആൻഡ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓറിയൻറ്റേഷൻ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നതാണ് ഇൻറ്റേർണൽ മൊബൈലിറ്റി ഓഫ് HR. Sometimes vacancies in the organization are filled by internal movements of existing employees. This mobility is called internal mobility of HR. അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ ഇത് ഞാൻ ഓൾറെഡി നമുക്ക് ഏതോ ഒരു ഭാഗത്ത് പഠിക്കാനുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇപ്പോൾ ഓർഗനൈസേഷനിൽ എന്ത് വന്നു, വേക്കൻസീസ് വന്നു, നമ്മൾ റിക്രൂട്ട്മെൻറ്റും ചെയ്യുന്നില്ല, ഒരു പുതിയ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നില്ല, പുതിയ എംപ്ലോയീസിനെ സെലക്ട് ചെയ്ത് അപ്പോയിൻറ്റ് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലല്ല ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പേസിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈമിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ ഓർഗനൈസേഷനിൽ ഉള്ളിലുള്ള എംപ്ലോയീസിനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇൻറ്റേർണൽ മൂവ്മെൻറ്റ്സ് ഓഫ് എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്. അതായത് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് മേ ബി കുറച്ചും കൂടെ വർക്ക് ലോഡ് കൊടുത്തിട്ട് അല്ലെങ്കിൽ കുറച്ച് വർക്ക് കുറച്ച് കൊടുത്തിട്ട് അവിടെയുള്ള ആ ഒരു സ്പേസ് അങ്ങ് വേക്കൻസി അങ്ങ് ഫില്ലാക്കും. അതിനെയാണ് എന്ത് പറയുന്നത്, ഇൻറ്റേർണൽ മൊബൈലിറ്റി ഓഫ് HR എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ട്രാൻസ്ഫർ. എന്താണ് ഷിഫ്റ്റിംഗ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ വിത്തൗട്ട് എനി ചേഞ്ചസ് ഇൻ ഡ്യൂട്ടീസ് ഓർ റെസ്പോൺസിബിലിറ്റീസ്. ഇതിനെയാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് കേട്ടോ.
ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. ഇൻറ്റേർണൽ മൊബിലിറ്റി എന്ന് പറയുമ്പോൾ ഇൻറ്റേർണൽ എന്ന് ആലോചിക്കുക, ഇൻറ്റേർണൽ എന്ന് പറയുമ്പോൾ അകത്തുള്ള. അപ്പോൾ എന്തെങ്കിലും ടിപ്പ് വെച്ച് അങ്ങ് പഠിക്കുക. അപ്പോൾ നമുക്ക് കാണാണ്ട് പഠിക്കരുത്, മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. പിന്നെ നെക്സ്റ്റ് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഞാൻ എന്താണെന്ന് പറഞ്ഞു തന്നു. പിന്നെ അത് നമുക്ക് നോട്ട്സ് ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ. ഇതിലുണ്ടത്. വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. അല്ലാത്തവർ അതെനിക്കറിയില്ല. പിന്നെ ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ ആണ്. റീപ്ലേസ്മെൻറ്റ് ഓഫ് ട്രാൻസ്ഫർ. ആൻ എംപ്ലോയി വിത്ത് ലോങ് ഇയേഴ്സ് ഓഫ് സർവീസ് ഈസ് ട്രാൻസ്ഫർഡ് ടു അനദർ ഡിപ്പാർട്ട്മെൻറ്റ് ടു റീപ്ലേസ് ആൻ എംപ്ലോയി ഹു ഹാസ് ഷോർട്ടർ സർവീസ്. അതായത് റീപ്ലേസ്മെൻറ്റ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയി ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് വർഷമായിട്ട് സെയിം ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാളെ നമ്മൾ ചുമ്മാ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യണം. അതിനെയാണ് എന്ത് പറയുന്നത്, റീപ്ലേസ്മെൻറ്റ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇവിടെ അയാൾ സെയിം ജോബ് തന്നെയായിരിക്കും ചെയ്യുന്നത്, സെയിം റെസ്പോൺസിബിലിറ്റി തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ എന്താ, അങ്ങ് വെറുതെ കുറേ വർഷം അയാൾ ഒരേ ഫീൽഡിൽ തന്നെ ഇങ്ങനെ ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഒരു ബോറടിച്ചിട്ടുണ്ടായിരിക്കാം മേ ബി. അപ്പോൾ നമ്മൾ വേറൊരു ഇതാക്കുന്നതിനാണ് എന്താ പറയുന്നത്, റീപ്ലേസ്മെൻറ്റ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. പിന്നെ റൊട്ടേഷൻ ട്രാൻസ്ഫർ. റൊട്ടേറ്റിംഗ് ആൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ ലേൺ ഓൾ ടൈപ്പ് ഓഫ് വർക്ക്. അതായത് റൊട്ടേഷൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയിനെ മറ്റൊരു ജോബിക്ക്, അവിടുന്ന് വേറൊരു ജോബിക്ക്, അവിടുന്ന് വേറൊരു ജോബിക്ക്, അങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം ഒരു എംപ്ലോയിനെ. അതായത് 6 months ഈ ജോബ് ചെയ്താൽ 6 month ഈ ജോബ് ചെയ്യുക, അത് കഴിഞ്ഞ് നെക്സ്റ്റ് 6 months വേറൊരു ജോബ് ചെയ്യുക. അങ്ങനെ സകല ജോലിയും അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അത് എന്തിനു വേണ്ടിയിട്ടാണ്, എല്ലാ ടൈപ്പ് ജോലിയും പഠിക്കാൻ വേണ്ടിയിട്ട്. അതിനെയാണ് എന്ത് പറയുന്നത്, റൊട്ടേഷൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. റൊട്ടേറ്റിംഗ് ആൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ ടു ലേൺ ഓൾ ടൈപ്പ് ഓഫ് വർക്ക്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഷിഫ്റ്റ് ട്രാൻസ്ഫർ. വർക്കേഴ്സ് ഫ്രം വൺ ഷിഫ്റ്റ് ടു അനദർ ഓൺ ദി സെയിം ടൈപ്പ് ഓഫ് വർക്ക്. അതായത് ഒരു ഷിഫ്റ്റിൽ നിന്ന് മറ്റൊരു ഷിഫ്റ്റിലേക്ക് ഉണ്ടാവുക. അതെന്തിനാ, അത് അയാൾ ചെയ്യുന്നത് എന്തായിരിക്കും, സെയിം വർക്ക് തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ ഒരു ഷിഫ്റ്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നുണ്ട്. അതാണത്. പിന്നെ റെമീഡിയൽ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡൺ വെൻ ആൻ എംപ്ലോയി ഫീൽസ് ഡിസ്കംഫേർട്ട്. അതായത് നമുക്ക് ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുമ്പോൾ, അതായത് എനിക്ക് ഈ ജോലി പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ എംപ്ലോയീസിൻ്റെ കൂടെ അല്ലെങ്കിൽ കൂടെയുള്ള കൊളീഗ്സിൻ്റെ കൂടെ എനിക്ക് സെറ്റ് ആവണില്ല എന്ന് തോന്നുമ്പോൾ നമ്മളത് മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മളത് മാറ്റി. ഇപ്പോൾ നമ്മളെ സീറ്റിൽ നിന്ന് ബെഞ്ചൊക്കെ മാറ്റിയിരിക്കാറില്ലേ, അതായത് ഇപ്പോൾ ഇവരുടെ കൂടെ എനിക്ക് ഇരിക്കാൻ വയ്യ, എൻ്റെ ഫ്രണ്ട്സ് അവിടെയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ആലോചിച്ചാൽ മതി. അതാണ് റെമീഡിയൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് പ്രൊമോഷനും ഡിമോഷനും. അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ എന്താ, പ്രൊമോഷൻ നമ്മുടെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, റെമ്യൂണറേഷൻ ഒക്കെ എന്താകും, ചേഞ്ച് ആകും. ഡിമോഷൻ എന്ന് പറയുമ്പോൾ ഡിമോഷൻ ഈസ് ദ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ഓഫ് പ്രൊമോഷൻ, ഡിക്രീസിങ് ദ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റെമ്യൂണറേഷൻ. ഓക്കെ, മനസ്സിലാക്കി വെച്ചതിനുള്ളൊരു ഗുണമാണത്. കാണാണ്ട് പഠിച്ചാൽ നമ്മൾ അപ്പം തന്നെ മറന്നു പോകും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ട്രെയിനിങ്. ട്രെയിനിങ് 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വരാൻ സാധ്യതയുള്ള നല്ലൊരു ക്വസ്റ്റ്യൻ ആട്ടോ. പഠിക്കാനും സുഖമാണ്, എഴുതാനും സുഖമാണ്. ഓക്കെ, ട്രെയിനിങ് പ്രോസസ് ഓഫ് ഇൻക്രീസിങ് നോളജ് ആൻഡ് സ്കിൽസ് ഫോർ ഡൂയിങ് എ പെർട്ടിക്കുലർ ജോബ്. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് program of the organization which aims at increasing the aptitude, skills and abilities of the workers to perform specific job. അതായത് നോളജും സ്കില്ലും വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പെർട്ടിക്കുലർ ജോബിൻ്റെ നോളജും സ്കില്ലും വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ട്രെയിനിങ് എന്ന് പറയുന്നത്. അതൊരു സിസ്റ്റമാറ്റിക് പ്രോഗ്രാമാണ്. ഓർഗനൈസേഷൻ്റെ ഒരു സിസ്റ്റമാറ്റിക് പ്രോഗ്രാമാണ് ട്രെയിനിങ്. ഇതിൻ്റെ എയിം എന്താ, ഇൻക്രീസിങ് ദ ആപ്റ്റിറ്റ്യൂഡ്, സ്കില്ല്, എബിലിറ്റീസ് വർക്കേഴ്സിൻ്റെ അതൊക്കെ ഇൻക്രീസ് ചെയ്യുക. ഇതിന് വേണ്ടിയിട്ട് പെർഫോം ദി സ്പെസിഫിക് ജോബ്. അതായത് ഒരു സ്പെസിഫിക് ജോബ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കേഴ്സിൻ്റെ സ്കില്ല്, ആപ്റ്റിറ്റ്യൂഡ്, എബിലിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓർഗനൈസേഷൻ്റെ പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത് ട്രെയിനിങ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ എത്ര ചെറിയ ജോലിയാണെങ്കിലും നമ്മളിപ്പോൾ ഒരു ജോലിയിൽ അപ്പോയിൻറ്റ് ചെയ്താൽ അവർ നമുക്കൊരു 1 വീക്കിൻ്റെ ഇത് തരും, ട്രെയിനിങ് തരും. അവിടെയുള്ള ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസ് നമുക്ക് ഒരു 2 or 3 ഡേയ്സിൻ്റെ എന്ത് തരും, നമുക്ക് ട്രെയിനിങ് തരും. അതിപ്പോൾ പ്രൊഫസറായിട്ടാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അവർ നമുക്ക് ട്രെയിനിങ് ആയിട്ടല്ല, അവർ ഒരു ക്ലാസ് എടുക്കും, അവിടുത്തെ പ്രിൻസിപ്പളോ അല്ലെങ്കിൽ ഒപ്പമുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HR-ഓ HOD-യോ അങ്ങനെ ആരെങ്കിലുമൊക്കെ. ഓക്കെ, ഇനി ട്രെയിനിങ്ങിൻ്റെ നീഡ്സ് ആണ് കേട്ടോ നെക്സ്റ്റ് പറയുന്നത്. ന്യൂലി അപ്പോയിൻറ്റഡ് പേഴ്സൺസിനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ അവർക്കത് ആവശ്യമാണ്. പിന്നെ എക്സിസ്റ്റിംഗ് എക്സ്പീരിയൻസ്ഡ് എംപ്ലോയീസിനും എന്താവശ്യമാണ്, അവരുടെ സ്കില്ലും നോളജൊക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള എംപ്ലോയീസിനും. അതായത് പിന്നെ ടെക്നോളജിക്കൽ ചേഞ്ചസ്, അതായത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ടെക്നോളജിക്കൽ ചേഞ്ചസിൽ വല്ല മാറ്റവും വന്നാൽ നമുക്ക് ട്രെയിനിങ് ആവശ്യമായിട്ട് വരും. പിന്നെ എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ മഴക്കാലം, വേനൽക്കാലം അങ്ങനത്തെ സിറ്റുവേഷനിൽ ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. അതാണ് എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ. ഇൻറ്റേർണൽ മൊബൈലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു തന്നാൽ ഒരു എംപ്ലോയിനെ അല്ല, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ഒരു ഓർഗനൈസേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ട്, ഇപ്പോൾ ഉള്ള വേക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ആൾ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് പോയി, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പോയി
പ്രൊഡക്ഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി മാനേജ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യണം, പ്രൊഡക്ഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് പ്രൊഡക്ഷൻ മാനേജർ ആവാനുള്ള ഒരു അറിവും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഓഫ് കോഴ്സ് എന്ത് കൊടുക്കണം, ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. അതാണ് ഇൻറ്റേർണൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. ന്യൂലി അപ്പോയിൻറ്റഡ് പേഴ്സൺസ് എന്ന് പറയുമ്പോൾ ട്രെയിനിങ് ഷുഡ് ബി ഗിവൺ എന്തിനു വേണ്ടിയിട്ട്, ഇൻക്രീസിങ് ദ സ്കില്ല്, നോളജ്, എബിലിറ്റി ത്രൂ ട്രെയിനിങ്. അതാണ് എന്ത് പറയുന്നത്, ന്യൂലി അപ്പോയിൻറ്റഡ് പേഴ്സൺസ് എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. പിന്നെ ഇമ്പോർട്ടൻസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ട്രെയിനിങ്, ഇൻക്രീസിങ് എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എലിമിനേഷൻ ഓഫ് വേസ്റ്റേജ് ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പേഴ്സണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എംപ്ലോയീസിൻ്റെ ഡെവലപ്മെൻറ്റ് ആട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. ബെറ്റർ ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്, അതായത് ഓഫ് കോഴ്സ് ട്രെയിനിങ് കൊടുത്താൽ നമ്മളിവിടെ നേരത്തെ പോയിന്റിൽ പറഞ്ഞു എന്താണ്, വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായിരിക്കും, ഒരു ഓർഗനൈസേഷൻ്റെ ക്ലൈമറ്റ് തന്നെ ബെറ്റർ ആവും. ഓക്കെ. പിന്നെ റിഡക്ഷൻ ഇൻ ലേബർ ടേൺ ഓവർ ആൻഡ് അബ്സെൻറ്റീസം, അതായത് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത് വഴി അവർക്ക് ഇൻക്രീസ് ചെയ്യും എന്ത്, അവരുടെ സ്കില്ലും നോളജും എബിലിറ്റിയും ഒക്കെ. അപ്പോൾ ഓഫ് കോഴ്സ് അവരുടെ കോൺഫിഡൻസും ഇൻക്രീസ് ആകും. അപ്പോൾ അവർക്ക് തന്നെ ഒരു തോന്നൽ വരും, യെസ് ഐ ക്യാൻ ഡു, എനിക്കിത് ചെയ്യാൻ കഴിയുന്നുള്ള. അപ്പോൾ അവരെന്ത് ചെയ്യും, ഒരു ഓർഗനൈസേഷനിലേക്ക് വരും, അവർ വർക്ക് ചെയ്യും. അതാണ് എന്ത്, ലേബർ ടേൺ ഓവർ ആൻഡ് അബ്സെൻറ്റീസം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ പോയിന്റ് മാത്രം എഴുതിയാൽ പോരാ. ഇപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഈ പറഞ്ഞ പോയിൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾ എഴുതി വെക്കുന്നവരാണെങ്കിൽ, ഒന്ന് വീഡിയോ ആരെങ്കിലും കണ്ട് അത് എഴുതി വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചെറിയ പോയിന്റ് ഒന്ന് നോട്ട് ഔട്ട് ചെയ്യാൻ ഞാൻ പറയുന്നത്. എന്നിട്ട് അത് നിങ്ങളുടേതായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ലൈക്ക് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നുള്ളതിലാട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയില്ല എന്തെങ്കിലുമൊക്കെ ചെയ്തോളി. നെക്സ്റ്റ് പറയുന്നതാണ് ടു എംപ്ലോയീസ്, അതായത് എംപ്ലോയീസിന് എന്തൊക്കെ ആണ് ട്രെയിനിങ് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ്. ഓഫ് കോഴ്സ് അവിടെ എന്ത്, സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ആവും, ക്യാൻ പെർഫോം ദി വർക്ക് പ്രോപ്പർലി, ക്യാൻ ഹാൻഡിൽ മെഷീൻ സേഫ്ലി, ഹെൽപ്പ് ടു അവോയ്ഡ് സ്ട്രെസ്, ടെൻഷൻ, ഒബ്റ്റെയിൻ പ്രൊമോഷൻ ക്വിക്ക്ലി. ഇതൊക്കെ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. എന്താ, ട്രെയിനിങ് കൊടുക്കുന്നത് വഴി അവർക്ക് എന്താ, അവരുടെ ഇൻക്രീസ് നോളജ്, അതുപോലെ തന്നെ സ്കില്ല്, എബിലിറ്റി ഒക്കെ ഇൻക്രീസ് ആവും. അതുവഴി അവരുടെ സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ആകും. ഓക്കെ. ക്യാൻ പെർഫോം ദ വർക്ക് പ്രോപ്പർലി, അതായത് നോളജും എബിലിറ്റിയും സ്കില്ലൊക്കെ ഇൻക്രീസ് ആയി അവർക്ക് വർക്ക് പ്രോപ്പർലി ചെയ്തൂടെ. പിന്നെ നെക്സ്റ്റ് ക്യാൻ ഹാൻഡിൽ മെഷീൻ സേഫ്ലി, അതായത് ഈ നോളജ് സ്കില്ല് എന്നൊക്കെ പറയുന്നത് നമ്മൾ മേ ബി പുസ്തകം വായിച്ച് അങ്ങനത്തെ അറിവായിരിക്കില്ല. അതായത് മെഷീനൊക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ചില അക്കൗണ്ട്സ് ഒക്കെ അങ്ങനെയുണ്ട്, കമ്പ്യൂട്ടർ, അതായത് ഓഫീസ് വർക്ക് മാത്രമല്ലാണ്ട് ഫാക്ടറി വർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ് അവർ പ്രൊവൈഡ് ചെയ്യും. അതാണ് എന്ത്, ക്യാൻ ഹാൻഡിൽ മെഷീൻ സേഫ്ലി, മെഷീൻസൊക്കെ അവർക്ക് സേഫ്റ്റി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. ഹെൽപ്പ് അവോയ്ഡ് സ്ട്രെസ്, ടെൻഷൻ, അതായത് ഓഫ് കോഴ്സ് സെൽഫ് കോൺഫിഡൻസിലാക്കുക, പിന്നെ ഈ സ്ട്രെസ്സിന് ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഒബ്റ്റെയിൻ പ്രൊമോഷൻ ക്വിക്ക്ലി, അതായത് പ്രൊമോഷൻസ് ഒക്കെ ക്വിക്ക്ലി ആയിട്ട് നമുക്ക് സെറ്റാക്കാൻ കഴിയും. അതാണ് അത് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ട്രെയിനിങ് പ്രോസസ്സ്, അസസ്മെൻറ്റ് ഓഫ് ട്രെയിനിങ് നീഡ്സ് ക്യാൻ ബി അനലൈസ്ഡ് ത്രൂ അനലൈസേഷണൽ അനാലിസിസ്, ഓപ്പറേഷണൽ അനാലിസിസ്. അതായത് ട്രെയിനിങ് നീഡ്സ്, എന്തിനാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്, ആർക്കാണ് കൊടുക്കുന്നത്, അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത് എന്നുള്ളത് ആദ്യം എന്ത് ചെയ്യണം, അസസ് ചെയ്യണം. അതെങ്ങനെയാണ് അസസ് ചെയ്യുന്നത്, ഓർഗനൈസേഷണൽ അനാലിസിസും ഓപ്പറേഷണൽ അനാലിസിസും വഴി ട്രെയിനിങ് നീഡ്സ് നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് ഫസ്റ്റ് പോയിന്റ്. പിന്നെ ട്രെയിനിങ് ഒബ്ജക്റ്റീവ്സ് ഷുഡ് ബി ഡിറ്റർമൈൻഡ് പ്രോപ്പർലി, അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ ട്രെയിനിങ്ങിൻ്റെ നീഡ്സ് പറഞ്ഞു, അതുപോലെ തന്നെ ട്രെയിനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ഡിസൈനിങ് ട്രെയിനിങ് പോളിസി, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡിസൈഡിങ് ദ പോളിസി ലൈക്ക് റിസൾട്ട്, എക്സ്പെക്റ്റഡ് ടൈപ്പ് ഓഫ് ട്രെയിനിങ്, ടൈം ആൻഡ് പ്ലേസ് ഓഫ് ട്രെയിനിങ്, റെമ്യൂണറേഷൻ ടു എംപ്ലോയീസ് അറ്റ് ദി ടൈം ഓഫ് ട്രെയിനിങ്. അതൊക്കെ അതായത് ഡിസൈനിങ് ട്രെയിനിങ് പോളിസി എന്ന് പറയുമ്പോൾ അതിലെന്തൊക്കെയാണ് ഉദ്ദേശിച്ചുള്ളത്, നമ്മൾ എന്ത് റിസൾട്ടാണ്, അതായത് ഇപ്പോൾ ഒരു ട്രെയിനിങ് ഞാനിപ്പോൾ എൻ്റെ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് ഒരു 1 വീക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ആ ട്രെയിനിങ് കൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്, അത് ആദ്യം നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഏത് ട്രെയിനിങ്ങാണ് നമ്മൾ കൊടുക്കേണ്ടത്, മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് ഒക്കെ കുറേ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഏത് ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ എവിടെ വെച്ചിട്ടാണ്, എത്ര സമയമാണ്, ടൈപ്സ് ഓഫ് ട്രെയിനിങ് മേ ബി രാവിലെ മുതൽ വൈകുന്നേരം ഒരു ട്രെയിനിങ് ഒന്നും ആയിരിക്കില്ല, അതിൻ്റെ മേ ബി ലഞ്ച് ബ്രേക്കിന് ശേഷം അല്ലെങ്കിൽ അതിന് മുന്നേ അങ്ങനെയൊക്കെ ആയിരിക്കും ട്രെയിനിങ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ ടൈമും അതിൻ്റെ പ്ലേസും ഒക്കെ എന്തായിരിക്കണം, നമ്മൾ ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. റെമ്യൂണറേഷൻ ടു എംപ്ലോയീസ് അറ്റ് ദി ടൈം ഓഫ് ട്രെയിനിങ്, അതായത് ട്രെയിനിങ്ങിൻ്റെ ടൈമിൽ എംപ്ലോയീസിന് കൊടുക്കേണ്ട റെമ്യൂണറേഷൻ എത്രയാണ്, അതാണ് ഡിസൈനിങ് ട്രെയിനിങ് പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പോയിൻറ്റ്സ് നിങ്ങൾ എഴുതിയെടുക്കുക, അല്ല അതിൻ്റെ ഉള്ളിൽ എഴുതിയെടുത്തോളൂ, പക്ഷേ കാണാണ്ട് പഠിക്കരുത്. ഞാൻ പിന്നെ റിപ്പീറ്റ് ആയിട്ട് പറയുകയാണ്, കാണാണ്ട് പഠിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതാട്ടോ ഞാനത് പിന്നെയും പറയുന്നത്. നമ്മൾ കാണാണ്ട് പഠിക്കുക സുഖം വിചാരിച്ചാൽ അങ്ങ് പഠിച്ചു, പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണത്. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് ഡിസൈനിങ് ട്രെയിനിങ് പ്രോഗ്രാം. ആഫ്റ്റർ ഡിസൈനിങ് ട്രെയിനിങ് പോളിസി ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ചേഞ്ച് ആൻഡ് അപ്രോപ്രിയേറ്റ് ട്രെയിനിങ് പ്രോഗ്രാം. അതായത് നമ്മൾ ട്രെയിനിങ് പോളിസി ഡിസൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ഡിസൈഡ് ചെയ്യണം, ട്രെയിനിങ് പ്രോഗ്രാം, നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്യണം. അതാണ് ഡിസൈനിങ് ട്രെയിനിങ് പ്രോഗ്രാം. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഫിക്സിങ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ട്രെയിനിങ്.
ആഫ്റ്റർ ഡിസൈനിങ് ദ ട്രെയിനിങ് പ്രോഗ്രാം റെസ്പോൺസിബിലിറ്റീസ് റിഗാർഡിംഗ് ദ ട്രെയിനിങ് ഷെഡ്യൂൾ ഷുഡ് ബി ഫിക്സഡ്. അതായത് അവർ ട്രെയിനിങ്ങിൻ്റെ ഓരോ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും, ഇതാർക്കൊക്കെ അതവർക്ക്. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം, ഫിക്സ് ചെയ്യണം. പിന്നെ സെലക്ഷൻ ഓഫ് ട്രെയിനീസ്, HRM ഷുഡ് ബി സെലക്റ്റഡ് അപ്രോപ്രിയേറ്റ് ട്രെയിനീസ്. അതായത് ഒരു ഓർഗനൈസേഷൻ ഒരു 1 വീക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ച ഒരു ഓർഗനൈസേഷൻ്റെ സകല എംപ്ലോയീസും ട്രെയിനീസായിട്ട് പോകുന്നില്ല. ഒന്നുക്ക് അത് നമ്മൾ ഫിക്സ് ചെയ്യുക. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മൾ കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരാൾ, അല്ല ഇയാൾ പറഞ്ഞാൽ എംപ്ലോയീസ് അത് കേൾക്കുന്ന ഉറപ്പുള്ള 1-2 പേരായിരിക്കണം എന്ത് ട്രെയിനീസായിട്ട് പോകുന്നത്. അപ്പോൾ അത് നമ്മൾ എന്തായിരിക്കണം, ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് കമ്പനീനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോളജ് അയാൾക്ക് ഉണ്ടായിരിക്കണം. ഒന്നും അറിയാത്ത ഒരാളെ ട്രെയിനിങ് ആയിട്ട് വെച്ചിട്ട് അയാൾക്ക് നമ്മൾ പിന്നെ ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതല്ല, എല്ലതും അറിയുന്ന ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചുള്ള സകല കാര്യങ്ങളും അറിയുന്ന ഒരാളെ വേണം നമ്മൾ ട്രെയിനി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പാണ് പ്രിപ്പറേഷൻ ഓഫ് ട്രെയിനിങ്. ഇറ്റ് ഇൻക്ലൂഡ്സ് പ്രിപ്പറേഷൻ ഓഫ് ദി ട്രെയിനീസ്. അതായത് ട്രെയിനേഴ്സിൻ്റെയും ട്രെയിനീസിൻ്റെയും പ്രിപ്പറേഷനാണ്. അതായത് ഇപ്പോൾ ട്രെയിൻ കൊടുക്കുന്ന ആൾക്കാർ ഓഫ് കോഴ്സ് എന്തൊക്കെ, അതായത് ഒരു ട്രെയിനിങ് അറ്റ്മോസ്ഫിയർ അവിടെ എന്ത് ചെയ്യണം, ഫിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പോൾ മെഷീൻസൊക്കെ വേണമെങ്കിൽ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഫിക്സ് ചെയ്യണം. അതെല്ലാം എന്തൊക്കെ വേണോ അതൊക്കെ ഒരു ട്രെയിനിങ് കൊടുക്കുമ്പോൾ എന്തൊക്കെയാണോ ആവശ്യമുള്ളത്. ഇപ്പോൾ നമ്മൾ ലൈസൻസ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡ്രൈവിങ് പഠിക്കണം, അതൊരു ട്രെയിനിങ് ആണ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ അവിടെ എന്താ വേണ്ടത്, വണ്ടിയാണ് വേണ്ടത്. വണ്ടി ഇപ്പോൾ കാറിൻ്റെ ആണെങ്കിൽ കാർ വേണം, ബൈക്കിൻ്റെ ആണെങ്കിൽ ബൈക്ക് വേണം, സ്കൂട്ടി വേണം, ലോറി. അപ്പോൾ അല്ല, എല്ലതും കൂടെ അല്ല, ഒന്നുക്ക് കാറ് അല്ലെങ്കിൽ ബൈക്ക്, ഇതിലേതെങ്കിലും ഒന്നിൻ്റെ ഇതിൽ രണ്ടിൻ്റെയും നമുക്ക് എന്ത് വേണം, പ്രിപ്പറേഷൻ വേണം. ആ 2 സാധനം അവിടെ ഉണ്ടായിരിക്കണം. ഈ 2 സാധനം മാത്രം ഉണ്ടായാൽ പോരാ. നമ്മൾക്ക് ഒന്നും അറിയാത്ത ഒരാളെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുകയാണ് ഡ്രൈവിങ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് അയാളെയും കൊണ്ട് നമുക്ക് റോട്ടിലോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. ആദ്യം നമ്മൾ ചെറിയൊരു ഗ്രൗണ്ടിലിട്ടിട്ട് 2-3 ദിവസം ഒന്ന് സെറ്റാക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ അയാളെ റോഡിൽ ഇറക്കുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് അവിടെ ഒരു ഗ്രൗണ്ട് വേണം. അപ്പോൾ ഞാൻ ഉദാഹരണം വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ടാട്ടോ അങ്ങനെയൊക്കെ പറയുന്നത്. അതാണ് പ്രിപ്പറേഷൻ ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഡിസൈനിങ് ദ ട്രെയിനിങ് കോഴ്സ്. ഇൻക്ലൂഡ് ദ ഡിസൈഡിങ് ദ കണ്ടന്റ് ഓഫ് ട്രെയിനിങ്, സ്റ്റഡി നോട്ട്സ്, കോസ്റ്റ് ഓഫ് സ്റ്റഡീസ് റിക്വയർഡ് എക്സെട്ര. അതായത് നമ്മളിപ്പോൾ ട്രെയിനിങ് കോഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ വേണം, സ്റ്റഡി നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ ഒക്കെ വേണം. സ്റ്റഡി നോട്ട്സ് വേണം, അതിൻ്റെ കാസ്റ്റ് സ്റ്റഡീസ്, അപ്പോൾ അങ്ങനത്തെ സകല സാധനങ്ങൾ വേണം. അതാണ് ഡിസൈനിങ് ദ ട്രെയിനിങ് കോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് റൂൾസ് ഫോർ കണ്ടക്ടിങ് ട്രെയിനിങ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടൈം ടേബിൾ, വർക്ക് ടൈമിങ്, പേഴ്സണൽ അറ്റൻഷൻ, എംപ്ലോയ്മെൻറ്റ് എക്സെട്ര ഇൻ ദി ട്രെയിനിങ്. അതായത് ഒരു ട്രെയിനിങ് കൊടുക്കുകയെന്ന് പറയുമ്പോൾ തോന്നിയ സമയത്ത്, ഇപ്പോൾ ഞാൻ ട്രെയിനിങ് കൊടുക്കുകയാണ്, അപ്പോൾ എൻ്റെ അടുത്തേക്ക് അവർ വരുന്നത്, എംപ്ലോയീസ് വരുന്നത് തോന്നിയ സമയത്തൊന്നും ഒരു ഫിക്സ് ചെയ്തൊരു ടൈം ഉണ്ടായിരിക്കണം, ഒരു കൃത്യമായിട്ടുള്ളൊരു ടൈം ടേബിൾ ഉണ്ടായിരിക്കണം, നമുക്ക് ഒരു പേഴ്സണൽ അറ്റൻഷൻ വേണം. അപ്പോൾ അതൊക്കെയാണെന്ന് പറയുന്നത് റൂൾസ് ഫോർ കണ്ടക്ടിങ് ട്രെയിനിങ്. ഒരു ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരിക്കേണ്ട നിയമങ്ങൾ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് പ്രസൻറ്റേഷൻ. ഇറ്റ് ഈസ് ദ സ്റ്റേജ് ഓഫ് ഗിവിങ് ട്രെയിനിങ് ടു ദ എംപ്ലോയീസ്. അതായത് എംപ്ലോയീസ് ട്രെയിനിങ് കൊടുക്കുന്ന എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുക നമ്മൾ. കൊടുക്കുന്നതിന് ഒരു സ്റ്റേജിനെയാണ് എന്ത് പറയുക, പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസാണ്. ഈ പ്രസൻറ്റേഷനിലാണ് അവിടെ ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, പിന്നെ എക്സാമിനേഷൻ ഓഫ് ദി പെർഫോമൻസ്, ഇവാലുവേഷൻ ദി പെർഫോമൻസ് ഓഫ് ട്രെയിനീസ് ഡ്യൂറിങ് ദ ട്രെയിനിങ് പീരിയഡ്. അതായത് ട്രെയിനീസിൻ്റെ പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. അതാണത് പറയുന്നത്. ട്രെയിനീസിൻ്റെ പെർഫോമൻസ് ട്രെയിനിങ് പീരിയഡിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. പിന്നെ 12 ഫോളോ അപ്പ് ഇവാലുവേഷൻ ഓഫ് ട്രെയിനിങ്. നമ്മൾ ആ ട്രെയിനിങ് ഇവാലുവേറ്റ് ചെയ്യണം, അവർ പഠിച്ചിട്ടുണ്ടോ, അങ്ങനെയൊക്കെയാണ് നമുക്ക്. അതാണ് എന്ത് പറയുന്നത്, ഫോളോ അപ്പ് ഇവാലുവേഷൻ ഓഫ് ട്രെയിനിങ്. ഐ ഡോണ്ട് നോ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഞാനിങ്ങനെ എടുത്തു പോകുന്നുണ്ട്, എന്തില്ലാന്ന് എനിക്കൊരു ധാരണയില്ല. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പറയുന്നതാണ് ടൈപ്സ് ഓഫ് ട്രെയിനിങ്. ടൈപ്സ് ഓഫ് ട്രെയിനിങ്ങിൽ വരുന്നതാണ് ഓറിയൻറ്റേഷൻ ട്രെയിനിങ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ആൻ എംപ്ലോയി അബൌട്ട് ദി റൂൾസ് ആൻഡ് റെഗുലേഷൻ, പോളിസീസ്, വർക്കിംഗ് കണ്ടീഷൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓറിയൻറ്റേഷൻ ട്രെയിനിങ് പറഞ്ഞു ഒരു എംപ്ലോയിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഓർഗനൈസേഷൻ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ. നമ്മളിപ്പോൾ 2-3 തവണയായിട്ട് സെയിം കാര്യം തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. കാരണം അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഓറിയൻറ്റേഷൻ എന്താണ്, ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. 2 മാർക്സിൻ്റെ ക്വസ്റ്റൻ അല്ലെങ്കിൽ 5 മാർക്സിൻ്റെ ക്വസ്റ്റൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഇത് ട്രെയിനിങ് പ്രോസസ്, ടൈപ്സ് ഓഫ് ട്രെയിനിങ് ആണ്. ഓറിയൻറ്റേഷൻ ട്രെയിനിങ് ഉണ്ട്, പിന്നെ ജോബ് ട്രെയിനിങ് ആണ്. This type of training is provided to increase the knowledge and skill of employee for improving the performance of the job. അതായത് ഒരു ജോബ് പെർഫോമൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എംപ്ലോയീസിൻ്റെ സ്കില്ല്, നോളജൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ട്രെയിനിങ് ആണ് എന്ത് പറയുന്നത്, ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. പിന്നെ ക്രാഫ്റ്റ് ട്രെയിനിങ്. ദിസ് ട്രെയിനിങ് ഈസ് ഗിവൻ ടു എംപ്ലോയീസ് ഇൻ ദി ഡിഫറെൻറ്റ് ക്രാഫ്റ്റ് ബൈ ആൻ എക്സ്പീരിയൻസ്ഡ് ക്രാഫ്റ്റ് മാൻ. അതായത് നമ്മളിപ്പോൾ ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ക്രാഫ്റ്റ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അത് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ,
അത് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ക്രാഫ്റ്റ് എക്സ്പീരിയൻസ് ആയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരികയാണ്. അതിനെയാണ് ക്രാഫ്റ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, സോ ഞാൻ അങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരികയാണ്. അതാണ് ക്രാഫ്റ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത്. പിന്നെ സേഫ്റ്റി ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ദിസ് ടൈപ്പ് ഓഫ് ട്രെയിനിങ് ഈസ് പ്രൊവൈഡഡ് ടു എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ടു എനാബിൾ ദം ടു കീപ് എ ഹയർ പോസ്റ്റ് ഫോർ മിനിമൈസ് ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്സ്. അതായത് സേഫ്റ്റി ട്രെയിനിങ് എന്ന് പറയുന്നത് എന്തിനാ വെച്ചാൽ ഈ ഇൻഡസ്ട്രിയിലൊക്കെ കൊടുക്കുന്നതാണ് സേഫ്റ്റി ട്രെയിനിങ്. അതായത് മെഷീൻസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ആക്സിഡൻറ്റ് വരാനുള്ള സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്, അപ്പോൾ അങ്ങനത്തതിനെ കുറിച്ചിട്ടുള്ളതൊക്കെ നമുക്കവർ ആ ഒരു ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത് സേഫ്റ്റി ട്രെയിനിങ് എന്ന് പറയുന്നത്. എന്തിനാണ് അത് മെയിനായിട്ട്? ടു മിനിമൈസ് ദ ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്സ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് പറയുന്നതാണ് റിഫ്രഷ് ട്രെയിനിങ്. റിഫ്രഷ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ദിസ് ടൈപ്പ് ഓഫ് ട്രെയിനിങ് ഈസ് ഗിവൻ ടു എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ടു അഡോപ്റ്റ് ന്യൂ ടെക്നോളജി. അതായത് ഇത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഓർഗനൈസേഷൻ ഒരു ന്യൂ ടെക്നോളജി അഡോപ്റ്റ് ചെയ്താൽ ഓഫ് കോഴ്സ് അവിടുത്തെ എംപ്ലോയീസിനൊന്നും എന്തറിയുന്നുണ്ടായിരിക്കില്ല, ഈ ഒരു ന്യൂ ടെക്നോളജിനെ കുറിച്ചുള്ള വലിയ നോളജ് ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അവർക്ക് നമ്മൾ എന്ത് കൊടുക്കണം? ഈ ഒരു ടെക്നോളജിനെ കുറിച്ചുള്ള നോളജ് പ്രൊവൈഡ് ചെയ്യണം. അതിനാണ് എന്ത് പറയുന്നത്? റിഫ്രഷ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്? ടൈപ്സ് ഓഫ് ട്രെയിനിങ് ആണ് കേട്ടോ. റിഫ്രഷ് ട്രെയിനിങ്, സേഫ്റ്റി ട്രെയിനിങ്, ക്രാഫ്റ്റ് ട്രെയിനിങ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, പഠിച്ച് തന്നെ പോവാം. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് അപ്രോച്ചസ് ഓഫ് ട്രേഡിങ്. ട്രേഡിങ്ങിലെ അപ്രോച്ചസ്. ഫസ്റ്റ് പറയുന്നതാണ് ട്രഡീഷണൽ അപ്രോച്ച്. അക്കോർഡിംഗ് ടു ദിസ് അപ്രോച്ച് മാനേജേഴ്സ് ആർ ബോർൺ നോട്ട് മെയ്ഡ്. ദേ അഡ്വക്കേറ്റ് ദാറ്റ് ട്രെയിനിങ് ഈസ് നോട്ട് നീഡഡ് ബട്ട് പേഴ്സൺസ് ബൈ ഗിവിംഗ് ട്രെയിനിങ് no results can be achieved. They argue that training is costly affair and not worth. Modern approach. According to this approach, training is considered as a retention not that cost. Training is necessary for imputing technical skills to employees. അത് നിങ്ങൾ എന്തായിട്ട് ചെയ്യുക, വായിച്ചു നോക്കുക, അപ്പോൾ മനസ്സിലാക്കും. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ്. മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഓൺ ദി ജോബ് ട്രെയിനിങ്. ഓക്കെ, മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് രണ്ടെണ്ണമാണുള്ളത്. ഓൺ ദി ജോബ് ട്രെയിനിങ്ങും ഉണ്ട്, ഓഫ് ദി ജോബ് ട്രെയിനിങ്ങും ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ഓൺ ദി ജോബ് ട്രെയിനിങ്. ഓൺ ദി ജോബ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ അണ്ടർ ദിസ് മെത്തേഡ് ന്യൂ വർക്കേഴ്സ് ഈസ് പ്ലേസ്ഡ് ഓൺ റെഗുലർ ജോബ്സ് ആൻഡ് ട്രെയിനിങ് ഈസ് ഗിവൺ ഇൻ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസ് ആയിട്ട് വർക്കിംഗ് പ്ലേസ് ഷിഫ്റ്റ്. അതായത് ഓൺ ദി ജോബ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഇതിൽ ഫസ്റ്റ് പറയുന്നതാണ് മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ്. മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ്ങിൽ രണ്ടെണ്ണമുള്ളത്, ഒന്ന് ഓൺ ദി ജോബ് ട്രെയിനിങ്ങും ഓഫ് ദി ജോബ് ട്രെയിനിങ്ങും. ഓൺ ദി ജോബ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ജോബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സെയിം വർക്ക് പ്ലേസിൽ വെച്ചിട്ട് റെഗുലർ വർക്ക് ചെയ്യുന്ന ഒരാൾ, അപ്പോൾ അയാൾക്ക് നമ്മൾ എന്ത് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക, അതിനെയാണെന്ന് പറയുന്നത് ഓൺ ദി ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഈ ഓൺ ദി ജോബ് ട്രെയിനിങ്ങിൽ വരുന്ന മെത്തേഡ്സ് ആണ് എന്തൊക്കെ? കോച്ചിങ്. അണ്ടർ ദിസ് മെത്തേഡ് സൂപ്പർവൈസേഴ്സ് ഗൈഡ്സ് ആൻഡ് കോച്ചസ് ഹീസ് സബോർഡിനേറ്റ് ടു അക്വയർ നോളജ് ആൻഡ് സ്കിൽ. കോച്ചിങ് എന്ന് പറയുമ്പോൾ സൂപ്പർവൈസേഴ്സ് ഗൈഡ് ചെയ്യാണ് കോച്ച് ചെയ്യണം ആരെ? സബോർഡിനേറ്റ്സിന്, ഇതിന് നോളജ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് എന്ത് കോച്ചിങ് എന്ന് പറയുന്നത്. പിന്നെ അണ്ടർ സ്റ്റഡി. ദ സബോർഡിനേറ്റ് ലേൺ ത്രൂ എക്സ്പീരിയൻസ് ആൻഡ് ഒബ്സർവേഷൻ. അണ്ടർ സ്റ്റഡി എന്ന് പറയുമ്പോൾ സബോർഡിനേറ്റ്സ്, അതായത് കൊളീഗ്സ്, ഇപ്പോൾ എൻ്റെ ഓർഗനൈസേഷനിലെ സബോർഡിനേറ്റ്സ്, അതായത് എംപ്ലോയീസ് എങ്ങനെയാണ് പഠിക്കുന്നത്, എക്സ്പീരിയൻസും ഒബ്സർവേഷൻസും ഒക്കെ വഴി അവരോരോ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി പഠിക്കുകയാണ്. അതിനെയാണ് അണ്ടർ സ്റ്റഡി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ജോബ് റൊട്ടേഷൻ. ഈ ട്രെയിനി ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ജോബ് ടു അനദർ ജോബ് ടു ഓൾ ലേൺ ടൈപ്പ് ഓഫ് ഓൾ ജോബ്സ്. അതായത് ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ട്രെയിനിനെ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് നമ്മളിപ്പോൾ ജോബ് റൊട്ടേഷനൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു എംപ്ലോയിനെ തന്നെ ഡിഫറെൻറ്റ് ജോബിക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാ ടൈപ്പ് ജോബും പഠിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഓഫ് ദി ജോബ് ട്രെയിനിങ്. ദിസ് മെത്തേഡ് ഓഫ് ട്രെയിനിങ് ഈസ് കണ്ടക്റ്റഡ് ബൈ ഓർഗനൈസേഷൻ വിത്ത് എക്സ്റ്റേണൽ ഏജൻസീസ്. എ ക്ലാസ് റൂം ഈസ് അറേഞ്ച്ഡ് ഫോർ കണ്ടക്റ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാം. അതായത് ഓഫ് ദി ജോബ് ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നത് ഓർഗനൈസേഷൻ, തേർഡ് പാർട്ടി, അതായത് എക്സ്റ്റേണൽ ഏജൻസിയുടെ കൂടെ ഹെൽപ്പോടെയാണ്. ഈ ക്ലാസ് റൂം ഈസ് അറേഞ്ച്ഡ് ഫോർ കണ്ടക്റ്റിംഗ് ട്രെയിനിങ്. അതായത് ഒരു ക്ലാസ് റൂം സെറ്റപ്പിൽ എംപ്ലോയീസിന് വെച്ചിട്ട് അവർക്ക് ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യുക. അത് എക്സ്റ്റേണൽ ഏജൻസീൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഓർഗനൈസേഷൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത് പറയുന്നത്? ഓഫ് ദി ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അതിൽ പറയുന്ന മെത്തേഡാണ് ഇ ലേണിംഗ്, ട്രെയിനിങ് ബൈ യൂസിങ് ഇൻ്റർനെറ്റ്. ഇ ലേണിംഗ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് മീഡിയാസ് യൂസ് ചെയ്തിട്ട് ഇൻ്റർനെറ്റ് ത്രൂ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണെന്ന് പറയുന്നത് ഇ ലേണിംഗ് എന്ന് പറയുന്നത്. പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രെയിനിങ് ഗിവൻ ടു കാൻഡിഡേറ്റ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ ടെക്നിക്കൽ. അതായത് കമ്പ്യൂട്ടർ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് ട്രെയിനിങ് കാൻഡിഡേറ്റ്സിന് കൊടുക്കുക. അതിനാണ് എന്ത് പറയുന്നത്? കമ്പ്യൂട്ടർ ബേസ്ഡ്. പിന്നെ സ്പെഷ്യൽ കോഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സ്പേർട്ട്. സ്പെഷ്യൽ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ എംപ്ലോയി ആയിട്ടാണ് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് അതിനെക്കുറിച്ചുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ആ ട്രെയിനിങ് നമുക്ക് തരുന്നത് മേ ബി ഓഫ് ദി ജോബ് ട്രെയിനിങ് വഴിയായിരിക്കും. അപ്പോൾ ഓഫ് ദി ജോബ് ട്രെയിനിങ് വഴി തരുമ്പോൾ നമുക്ക് അവിടെ എന്ത് വേണം? എക്സ്പേർട്ട്, അതായത് ആ ഒരു പ്രൊഫഷനിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളുടെ ഹെൽപ്പോട് കൂടിയായിരിക്കും ആ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് സ്പെഷ്യൽ കോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ കോൺഫറൻസ്. എംപ്ലോയി ഇൻ ദ സെയിം ഓർ ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻ കംസ് ടുഗദർ ടു ഡിസ്കസ് ദ വേരിയസ് ആസ്പെക്ട് ഓഫ് എ പെർട്ടിക്കുലർ ടോപ്പിക്. അതായത് ഒരാൾക്കല്ല, ഒരുപാട് എംപ്ലോയീസ്, മേ ബി അത് ഡിഫറെൻറ്റ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് ആയിരിക്കും. അപ്പോൾ മേ ബി അവർ ചെയ്യുന്നത് ഒരേ ജോലിയായിരിക്കും, പക്ഷേ ഡിഫറെൻറ്റ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് ആയിരിക്കും.
അപ്പോൾ അത് അവർ ഒരുമിച്ച് വരിക, എന്നിട്ട് ഡിസ്കസ് ചെയ്യുക എന്തോന്നു ആ ജോലിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചിട്ട്. അതാണ് കോൺഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ ഓഡിയോ വിഷ്വൽസ്, TV സ്ലൈഡ്സ്, വീഡിയോ ഫിലിംസ് എക്സെട്ര ഡെമോൺസ്ട്രേറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ട്രെയിനീസ് ടു ഇമ്പോർട്ടൻറ്റ് നോളജ് ആൻഡ് സ്കിൽ. അതായത് ഇപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ, അതായത് നമ്മൾ യൂട്യൂബ് നോക്കിയിട്ടായിരിക്കും ക്ലാസ്സൊക്കെ കാണുന്നുണ്ടായിരിക്കും. ക്ലാസ്സിൽ നമ്മൾ കച്ചറ കളിച്ച് നടക്കും, എന്നിട്ട് യൂട്യൂബ് നോക്കിയിട്ട് പഠിക്കുക. ഓഫ് കോഴ്സ് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ അതിനെയാണ് എന്താ പറയുക ഓഡിയോ വിഷ്വൽസ് എന്ന് പറയുന്നത്. നോളജ് അക്വയർ ചെയ്യുക. TV സ്ലൈഡ്സ്, വീഡിയോ ഫിലിംസ് എക്സെട്ര. ഓക്കെ. പിന്നെ ട്രെയിനിങ് എൻവയോൺമെൻറ്റ്, ഇതൊക്കെയാണ് എന്ത് പറയുന്നത് ഓഫ് ദി ജോബ് ട്രെയിനിങ് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ട്രെയിനിങ് എൻവയോൺമെൻറ്റ്. സൈസ് ഓഫ് ദി റൂം ഷുഡ് നോട്ട് ബി ലാർജ് ആൻഡ് ടു സ്മോൾ. അതായത് ഒരു ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലം അതെങ്ങനെയുള്ളതായിരിക്കണം എന്നാണ് പറയുന്നത്. അതെങ്ങനെയുള്ളതായിരിക്കണം എന്നാണ് പറയുന്നത്. സൈസ് ഓഫ് ദി റൂം ഷുഡ് നോട്ട് ബി ടു ലാർജ് ഓർ ടു സ്മോൾ. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഫാക്ടറിയിൽ വെച്ചിട്ടല്ല, നമ്മൾ ഒരു റൂമിൽ വെച്ചിട്ട് കുറേ എംപ്ലോയീസ് കൂടിയിട്ട് ഒരു എക്സ്പേർട്ട് നിന്ന് ക്ലാസ് എടുത്ത് തരികയാണ് നമുക്ക് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ആ റൂം എന്തായിരിക്കും, വലിയ റൂമായിരിക്കും, ചെറിയ റൂമായിരിക്കും, മീഡിയം റൂം. ഓക്കെ. പിന്നെ ആഫ്റ്റർ ലൊക്കേഷൻ ഷുഡ് ബി സെലക്റ്റഡ്. അതായത് ഏതെങ്കിലും ഒരു കുഗ്രാമത്ത് കൊണ്ടുപോയിട്ട് ട്രെയിനിങ് വെക്കിയത്, കാരണം വെച്ചാൽ നമുക്ക് അവിടേക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സീറ്റിംഗ്, ഗുഡ് ആൻഡ് കൺവീനിയൻറ്റ് സീറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ്. സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ സെറ്റ് ആയിരിക്കണം, അതാണ് പറയുന്നത്. പിന്നെ ഫർണിച്ചർ, അഡ്യൂക്കേറ്റ് ഫർണിച്ചർ ഷുഡ് ഹാവ് ബീൻ ദർ. അതായത് നമുക്ക് ഫർണിച്ചർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ബെഞ്ചും ഡെസ്കൊക്കെ നമുക്ക് എന്താണ് നിർബന്ധമാണ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജോബുമായിട്ട് ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഒരു ജോബിന് വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവിടെ എന്തുണ്ടായിരിക്കണം, അഡ്യൂക്കേറ്റ് ആൻഡ് ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഫർണിച്ചർ ഉണ്ടായിരിക്കണം. ഓക്കെ. നെക്സ്റ്റ് പറയുന്നതാണ് ആക്സസിബിൾ. റൂം ഷുഡ് ബി ആക്സസിബിൾ ടു ആൾ. എല്ലാം കൊണ്ടും ആക്സസിബിൾ, അതായത് ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടുക, റേഞ്ച് ഇല്ലാത്ത റൂം കൊണ്ടുപോയിട്ട് വെക്കരുത്, അങ്ങനത്തെ കുറച്ച് സിറ്റൊക്കെയാണ് പറയുന്നത്. പിന്നെ ഏരിയാസ് ഓഫ് ട്രെയിനിങ്, ന്യൂ പ്രൊഡക്ഷൻ ടെക്നിക്സ്, മാർക്കറ്റിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്, ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് HR മാനേജ്മെൻറ്റ്. അങ്ങനെ നമ്മുടെ തേർഡ് മൊഡ്യൂൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചെറിയൊരു മൊഡ്യൂളാണ് കേട്ടോ, അതാണ് നമുക്കൊരു അരമണിക്കൂർ തന്നെ മതി ഇത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കി വെക്കാനുണ്ട്. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയുള്ള മൊഡ്യൂളാണ്. പക്ഷേ ഇതിൽ ഒരുപാടൊന്നും പഠിക്കാനില്ല. സിമ്പിൾ പോയിൻറ്റ്സ് ആണ് മനസ്സിലാക്കി വെച്ച് പഠിക്കാനുള്ളത് തന്നെയുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അറിയില്ല, നിങ്ങളാണെങ്കിൽ ഒന്നും പറയുന്നില്ല. എന്തായാലും താങ്ക് യു.